ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മൗണ്ടൻ ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയാണുള്ളത്. നമ്മൾ ആലപ്പുഴ ഇന്നലെ റൂമിലാണ് സ്റ്റേ ചെയ്തത്. ജസ്റ്റ് ബൈ സൈക്കിളിൽ അവരാണ് ഇന്നലെ റൂമും കാര്യങ്ങളൊക്കെ ശരിക്കും തന്നെ. നമുക്ക് ഇന്നും കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട് ആലപ്പുഴയിൽ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് നേരെ എറണാകുളത്തേക്കാണ് നമ്മൾ വരുന്നത്. എറണാകുളം നാളെയാണ് എത്തുള്ളൂ. ഇന്ന് നമ്മൾ എവിടെയെങ്കിലും വരുന്ന വഴിക്ക് പകുതിക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ സ്റ്റേ എടുക്കും. അത് കഴിഞ്ഞിട്ട് നാളത്തേക്ക് നമ്മൾ എറണാകുളം എത്താൻ മാത്രമാണ് നമ്മൾ വരുന്നത്. അങ്ങനെ നമ്മുടെ സൈക്കിളെല്ലാം റെഡിയായി, ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തു വെച്ചു, നമ്മുടെ ഫ്ലാഗെല്ലാം കെട്ടി. ഇനി നമ്മൾ നേരെ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ടായി. ഇന്ന് ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 10ാമത്തെ ദിവസമാണ്. ഇന്ന് 2-ാം തീയതിയാണ്. നമ്മളിപ്പോൾ നേരെ പോണത് പറവൂരാണ്. നമ്മൾ പോകുന്നത് പറവൂരിലോട്ട് നമ്മൾ പോകുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബഡ് സ്കൂളുണ്ട്. അവിടുത്തെ കുട്ടികളെ കാണണം. ഇന്നലെ അവിടെ ലീവായിരുന്നു, അപ്പോൾ കാണാൻ പറ്റിയില്ല. നേരെ എറണാകുളം പോവും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാം. വേറെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാനുള്ള ബീച്ചുണ്ട്. ബീച്ച് നമ്മളിപ്പോൾ എങ്ങനെ പോകണമെന്ന് ആലോചിക്കണേ. അതായത് ഒന്നെങ്കിൽ നമുക്ക് ബീച്ചിൻ്റെ താഴത്തേക്കടെ പോകാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ ബീച്ചിൻ്റെ മേളിൽ കൂടെ പോകാൻ പറ്റും. ബീച്ചിൻ്റെ മേളിൽ കൂടെ പാലമുണ്ട്, അതിൽ കൂടെ പോയി ബീച്ചൊന്നും കാണാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ബീച്ചിൻ്റെ താഴത്തേടെ വരുവാണെങ്കിൽ സ്വാതന്ത്ര്യം സ്കൂളുണ്ട് നമ്മൾ വരുന്ന വഴിയിൽ. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കുട്ടികളെയും കാണാം. അപ്പോൾ നമ്മൾ ഇതുവഴി പോവും, ബീച്ചിൻ്റെ താഴത്തേടുള്ള വഴി പോവും. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങി. നമ്മൾ മെയിൻ വഴിയിലോട്ടെത്തി. നമ്മൾ മെയിൻ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പോകുന്നത് പറവൂരാണ് പോണത്, പറവൂർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് നമ്മൾ ഈ ബാക്കോട്ട് പോകണമെന്നല്ലേ. ഇതാണ് നമ്മുടെ ജസ്റ്റ് ബൈ സൈക്കിളിൻ്റെ ഷോപ്പ്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ വന്നത്. ഇവിടെ നിന്നാണ് റൂമൊക്കെ ശരിയാക്കി തന്നെ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളെന്തിനാണ് ബാക്കോട്ട് പോകണമെന്നല്ല ആലോചിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്നലെ ആ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി. അതായത് അത് ബഡ് സ്കൂളാണ് അവിടെ. അതായത് വീട്ടിൽ നിന്ന് അവിടെ കൊണ്ടുവന്നാക്കി പഠിപ്പിക്കുന്ന കുട്ടികൾ, അല്ലാതെ അവിടെ നിൽക്കുമല്ല. അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാക്കില്ലേ, നമ്മൾ നേഴ്സറിയിലൊക്കെ പോലെ അതേപോലെ നിൽക്കുന്നതാണ് അവിടെ. അപ്പോൾ ആ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്നലെ അവധിയായിരുന്നു അവിടെ. അപ്പോൾ അവധിയായതുകൊണ്ട് നമുക്ക് ആ കുട്ടികളെ കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ സ്റ്റേ എടുത്തു. ഇനി നമ്മൾ നേരെ അവിടെ പോയി കുട്ടികളെ പോയി കാണും. കുട്ടികളെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട്. 3 കിലോമീറ്ററേ ഉള്ളൂ അങ്ങോട്ടേക്ക് പിള്ളേരെ ആ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ ബാക്ക് ക്യാമറ പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രണ്ട് ക്യാമറയിൽ മൊത്തം പൊടിയാണ്. അത് മാത്രമല്ല, നമ്മുടെ ഫോണിനകത്ത് ഫ്രണ്ട് ക്യാമറ ഒട്ടും സെറ്റപ്പില്ല. അതുകൊണ്ടാണ് ബാക്ക് ക്യാമറ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇനി മൊത്തം ബാക്ക് ക്യാമറയിലുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ പരമാവധി വരാൻ പോണത്. അപ്പോൾ ഫേസ് ഉണ്ടാവില്ല, ഇവിടെ പറയുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹോണ്ടയുടെ ഷോറൂമാണ് ഈ കാണുന്നത്. പിന്നെ എന്താണ്, ഇങ്ങനെ പോവുക. പിന്നെ പോകുന്ന മെയിൻ കാര്യമുണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയി. നമുക്ക് ചായ കുടിക്കണം, അത് മെയിൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചായയും ഭക്ഷണം കഴിച്ചാലാണ് നമുക്ക് അടിപൊളിയായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നേരെ കുട്ടികളുടെ അടുത്തെത്തുമ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട്. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. ഈ വഴി പോയിട്ട് അവരെ പോയി കാണാം. ഈ വഴി പോകണം നമുക്ക്. ഈ വഴി പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു പഞ്ചായത്ത് കേട്ടോ. പഞ്ചായത്തിൻ്റെ ബാക്കിലാണ് അവിടെ കുട്ടികൾ നിൽക്കുന്നത് ഇവിടെ. പക്ഷെ അത് ഓപ്പൺ ആയിട്ടില്ലല്ലോ. ബാക്ക് സൈഡിൽ ഈ സൈഡ് ഓപ്പൺ ആയിട്ടുണ്ട്. എന്തായാലും പഞ്ചായത്ത് ഓപ്പൺ ആകുമ്പോൾ താമസം വരുമല്ലോ. ഇതാണ് പഞ്ചായത്ത്, പറവൂർ പഞ്ചായത്ത്. ഇതിൻ്റെ ബാക്കിലാണ് കുട്ടികൾ പഠിക്കുന്നത്. അവിടെ അവിടെ തുറന്നിട്ടില്ല. എന്തായാലും ടൈം എടുക്കും. 10 മണിയൊക്കെ വരികയും. ഇവിടെ ആയിരുന്നു. എന്തായാലും വന്നല്ലേ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഫ്രണ്ടോട്ട് തന്നെ പോവാം.
ടെൻറ്റിലിട്ട് പോയിട്ട് കുറച്ച് നേരം നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാം. റെസ്റ്റ് മുഖ്യം പികളെ. ഇവിടുത്തെ ഇതിൻ്റെ എൻ്റെ പേര് മഞ്ജു. ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്. ഇത് തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്ത് കീഴിൽ പ്രവർത്തിക്കുന്ന താലോലം സ്കൂളാണ്. ഇതിൽ 67 കുട്ടികളാണ് ഈ വർഷം അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. 2016 നവംബർ 14 തീയതിയാണ് സ്കൂൾ ആരംഭിച്ചത്. അന്ന് ഏകദേശം 6 കുട്ടികളും 4 സ്റ്റാഫുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 67 കുട്ടികളും 5 പേരുമുണ്ട്. ഞങ്ങളുടെ 3 ടീച്ചേഴ്സും 2 ആയമാരുമാണുള്ളത്. ഇത് 6 തദ്ദേശ സ്ഥാപനത്തിലുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ഇംഗ്ലീഷ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളാണ്. അസോസിയേറ്റഡ് കണ്ടീഷനായിട്ട് ഓട്ടിസം, സെർബ്രൽ പാൾസി, വിഷ്വൽ ഹിയറിംഗ് പ്രോബ്ലം ഉള്ള കുട്ടികൾ, ഹൈഡ്രോസെഫാലി, മൈക്രോസെഫാലി അങ്ങനെയുള്ള കുട്ടികൾ ഒക്കെയാണ് ഇവിടെ അഡ്മിഷൻ ഉള്ളത്. എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികളാണ്. രാവിലെ 9 സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അസംബ്ലി എക്സസൈസ് യോഗ കഴിഞ്ഞ ശേഷം കുട്ടികൾ ക്ലാസ്സിലേക്ക് പോകുന്നു. ഉച്ചയ്ക്ക് 3-ന് ശേഷം ആർട്ട്, ക്രാഫ്റ്റ്, യോഗ, മ്യൂസിക്, ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. 3:30 വരെയാണ് സ്കൂളിൻ്റെ ടൈം. 4 മണിയാകുന്നവരെ കുട്ടികളുണ്ടാവും. അതിനുശേഷം സ്കൂൾ പഠിക്കും. അതിൻ്റെ നമുക്ക് ബഡ്സിൻ്റെ ക്ലബ്ബുകളുടെ എല്ലാം കുഞ്ഞുങ്ങൾക്ക് കായികമായിട്ടും അല്ലാതെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് സ്പോർട്സ് അങ്ങനെയുള്ള താലോലം ബഡ് സ്കൂളിലാണ് നമ്മൾ പോയത്. അവിടെ കുട്ടികൾ കുറവായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അവിടെ കുട്ടികൾ കുറവായിരുന്നു. ഇനി അവിടെ നേരെ നമ്മൾ ഇവിടെ തന്നെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകണം, സ്വാതന്ത്ര്യം സ്കൂൾ. അപ്പോൾ നമ്മൾ താലോലം ബഡ് സ്കൂളിൽ പോയി അവിടെ നിന്ന് നേരെ നമ്മളിനി പോകുന്നത് സ്വാതന്ത്ര്യം സ്കൂളിലോട്ട് നമ്മൾ പോണത്. അത് ഇവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് പറഞ്ഞത്. നമുക്ക് ടോട്ടൽ ഒരു 5 കിലോമീറ്റർ വരുന്നുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് നമ്മൾ അവിടുത്തെ കുട്ടികളെ കണ്ടിട്ട് നേരെ ചേർത്തലേക്ക് പോകും. നമ്മൾ ഉള്ളത് നമുക്ക് 2 റൂട്ട് വേണ്ടി നമുക്ക് പോവാം. അത് ഒന്ന് നമുക്ക് പാലം കയറിയിട്ട്, അതായത് ബീച്ച് കാണാത്ത രീതി നമുക്ക് പോകാൻ പറ്റും. പിന്നെ അല്ലാതെ ടൗൺ കയറി പോകാൻ പറ്റും. പക്ഷേ നമ്മൾ ടൗൺ കയറിയാണ് പോകുന്നത്. ടൗൺ കയറി പോയാലാണ് നമുക്ക് സ്വാതന്ത്ര്യം സ്കൂളിൽ പോകാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജസ്റ്റ് ബൈ സൈക്കിളിൻ്റെ ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് അവിടുത്തെ സൈക്കിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് കയറി കാണാം. ഇതാണ് ജസ്റ്റ് ബൈ സൈക്കിളിൻ്റെ അകത്തുള്ളത്. ഇത് നമുക്ക് ഇവിടുത്തെ കുറച്ച് സൈക്കിളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവരാണ് സ്റ്റേ ഒക്കെ കാര്യം ശരിയാക്കി തന്നെ. ഇപ്പോൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയേക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് സ്വാതന്ത്ര്യം സ്കൂളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്നൊരു 2 കിലോമീറ്റർ ഉള്ളൂ നമുക്ക് സ്വാതന്ത്ര്യം സ്കൂളിലോട്ട്. നേരെ റെയിൽവേ ക്രോസൊക്കെ ഉണ്ട്. റെയിൽവേ ക്രോസൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. അപ്പോൾ നേരെ സൈക്കിളോട്ട് കൊണ്ടിരിക്കുക. പയ്യെ വെയിൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു 27 കിലോമീറ്റർ കവർ ചെയ്യണം. എന്നാലാണ് നമ്മൾ സ്റ്റേ പറഞ്ഞിരുന്ന സ്ഥലത്തിട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ റെയിൽവേ ട്രാക്ക് അടച്ചേക്കുവാണ്. ഇത് വലിയൊരു പാലാണ് മേളിക്കൂടെ പോണേ. എന്തിൻ്റെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് തന്നെ ആലപ്പുഴയിൽ നിന്ന് എറണാകുളം പോകുന്ന റോഡിലായിട്ടുള്ള മെയിൻ റോഡാണ് കാണുന്നത്. നമ്മളിങ്ങനെ താഴത്തേടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബീച്ചിൻ്റെ സൈഡിൽ നമ്മൾ പോണത്. അപ്പുറത്തെ സൈഡിൽ ബീച്ചാണ്. ഇപ്പോൾ ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. നേരെ ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ബീച്ച് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഈ സ്വാതന്ത്ര്യം സ്കൂളുള്ളത്. അത് ഇവിടെ ഒരു എന്താ പറയുക, പിള്ളേരെ ഹോമിയോ ഉണ്ട്. ഹോമിയോയുടെ ബാക്കിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്നലെ ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടായിരുന്നു. ഇന്നലെ ഞാൻ അവധിയായിട്ടാണ് പിന്നെ നമ്മൾ കയറാണ്ടിരുന്നത്. പിന്നെ പിള്ളേർ ഒത്തിരി കുട്ടികൾ അവിടെ ഉണ്ടാവില്ല. കുട്ടികൾ വളരെ കുറവായിരിക്കും അവിടെ. അതുണ്ടെങ്കിൽ അവധിയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി കുട്ടികളൊന്നും ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ വരുന്ന വഴി വീണ്ടും ചെറുതായിട്ട് വഴി തെറ്റി. അതുണ്ടെങ്കിൽ തൊട്ട് ബാക്കിലായിരുന്നു. അത് നമ്മൾ കടന്നു പോകുന്നു. ഇവിടുന്ന് 100 മീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞേ. അപ്പോൾ ഒരു 50 മീറ്റർ പ്രതീക്ഷിച്ചാൽ മതി.
അപ്പോൾ കുറച്ചുകൂടി കണ്ട് നമ്മൾ കാണുന്നുണ്ട്, ബോർഡ് കണ്ടില്ല, ഒരു വലിയ ബിൽഡിങ് കാണുന്നുണ്ട്. എൻ്റെ അവിടെ സൈക്കിളിട്ട് ചേട്ടൻ കണ്ടോ, ഒരു പച്ച ഒരു ഓട്ടോയൊക്കെ വന്നില്ലേ എൻ്റെ അവിടെ ഇട്ട്. ഇവർ ഇടിക്കാൻ പറ്റുന്നല്ലോ എന്നെ. ഇത് വൺ വേ ആണോ ഇനി അത് പറയാൻ പാടില്ല. കണ്ടു, സ്വാതന്ത്ര്യ സ്കൂൾ നമ്മൾ കണ്ടു. ഇതാണ് സ്വാതന്ത്ര്യ സ്കൂളിൻ്റെ ബോർഡ്. ഈ കാണുന്നതാണ് സ്വാതന്ത്ര്യ സ്കൂളിൻ്റെ ബോർഡ്. നമുക്ക് അവിടെ ചെന്നിട്ട് കുട്ടികളെ കാണാം. ഇതാണ് അങ്ങോട്ടേക്കുള്ള വഴി. അപ്പോൾ നമ്മൾ കറക്റ്റ് ആലപ്പുഴയാണ് നിൽക്കുന്നത്, പ്രോപ്പർ ആലപ്പുഴയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് അവരെ കാണാം. ഇതാണ് അവിടുത്തെ ഗേറ്റ്. അപ്പോൾ നമ്മൾ വീണ്ടും ചമ്മിപ്പോയി. ഇതായിരുന്നു സ്വാതന്ത്ര്യ സ്കൂളിൻ്റെ ഗേറ്റ്. ഇവിടെ അടച്ചിട്ടേക്കുവാണ്. ഇത് ക്ലാസ് ഉണ്ടോ എന്നറിയത്തില്ല, ജസ്റ്റ് നോക്കാം. ഇന്നില്ലാന്ന് തോന്നുന്നു, ഇവിടെ അവധിയാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സ്കൂളിൽ നമുക്ക് കാണാൻ പറ്റിയില്ല കുട്ടികളെ. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. അയ്യോ കഷ്ടമായിപ്പോയി. നമ്മളീ കാണുന്നതാണ് ബീച്ച്. ബീച്ചിൻ്റെ സൈഡിലേക്കുള്ള വഴിക്കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മേളിക്കൂടെയും പോകാട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പാലമില്ലേ, ആ പാലത്തിൻ്റെ മേളിക്കൂടെയാണ് ഇപ്പോൾ ഓൾറെഡി വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാലം പണിതുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഈ ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായി. ഞാനിവിടെ ഒന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ നേരെ റൂമിലിട്ട് പോയതേ. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, ഇത് ഗവൺമെൻറ്റിൻ്റെയാണ്. ഈ ബോട്ടൊക്കെ കിടക്കുന്നതൊക്കെ അപ്പർ സൈഡിലുണ്ട്, ഇതിൻ്റെ ബാക്കിലായിട്ട്. അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ എന്താ പറയുക, പിള്ളേർ കളിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ആക്ടിവിറ്റീസ് ചെയ്യാൻ അതിന് അത്യാവശ്യം എന്താ പറയുക, ഈ ബലൂൺ പോലെ സാധനങ്ങളൊക്കെ ഉണ്ട്, ചാടണേ പൊക്കത്തിട്ട് കയറിയിട്ട് ഊർന്ന സാധനങ്ങളൊക്കെ അതൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഡ്രസ്സുകളുടെ സംഭവമുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും എന്താ പറയുക, അത് ഒത്തിരി അത്ര ഭയങ്കര ഹെവി സാധനങ്ങളൊന്നുമല്ല അവിടെ. പിന്നെ എവിടെ എന്തോ വലിയൊരു ഫംഗ്ഷൻ നടന്നതാണ് ഇത് കാണുന്നത്. എന്ത് ഫംഗ്ഷൻ എന്ന് പറയാൻ പാടില്ല, എന്തോ വലിയ ഫംഗ്ഷൻ നടന്നതാണ്. സ്റ്റേജ് കിട്ടിയിട്ടുണ്ട്, വെഡിങ്ങിൻ്റെ ആയിരിക്കും. പിന്നെ നമുക്ക് വെള്ളം കുടിക്കാൻ നിർത്തണമെന്ന് ദാഹിക്കുന്നുണ്ട്. ഇതെങ്ങനെയുണ്ട്? വേറെ ഇവിടെ ഇല്ല കേട്ടോ, ഇവിടെ നമ്മൾ വെള്ളം കുടിക്കാൻ നിർത്തണേ. നമ്മളതിലും പെട്ടിക്കട നിർത്തും, നാരങ്ങാ വെള്ളം. അതാണ് നമ്മുടെ ഹെൽത്തിനൊക്കെ. അപ്പോൾ ഇവിടെ നേരെ നമ്മൾ പോവാം. ഇവിടെ നേരെ പോണത് എറണാകുളം പോകുന്ന റൂട്ടാണ്. അപ്പോൾ അതിന് മുന്നേലും കട നിർത്തണം. അതേപോലെ എൻ്റെ ഫേസ് കാണിക്കാത്ത എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല കേട്ടോ, നിങ്ങൾ അതുകൂടി ആലോചിക്കണം. എൻ്റെ ഫേസ് റിവീൽ ചെയ്യാത്തതല്ല, ഫേസ് വീഡിയോയിൽ കാണിക്കാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ കാരണം ഞാനിപ്പോൾ ഫേസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ ഞാൻ തോന്നൂല. ഒന്നാമത്തെ കാര്യം, ഞാൻ വല്ല മൂന്നാറോ വാഗമണ്ണോ അങ്ങനെ നിൽക്കുമ്പോഴേ തോന്നുള്ളൂ. മൊത്തം മഞ്ഞ് മൂടി നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കും പോലെയാണ്. അതിന് ആ ക്യാമറയുടെ ഉള്ളിൽ ഫുള്ള് പൊടി കയറിയിരിക്കുക. അതുകൊണ്ടാണ് ഫേസ് കാണിക്കാത്തത്. എനിക്ക് ഫേസ് കാണിക്കാൻ മടിയായിട്ടല്ല. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ഏറ്റവും സെറ്റപ്പ് നമ്മുടെ ഈ ഫേസ് കാണുന്നേക്കാളും ഭേദം ഇതേപോലെ നല്ല നല്ല സ്ഥലങ്ങളെ കണ്ടിട്ട് നമ്മുടെ വോയിസ് ബാക്കി പറഞ്ഞാൽ ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നന്നിട്ട് കാണുകയും ചെയ്യാം, എൻ്റെ സൗണ്ടും ഉണ്ട്. നമുക്ക് നേരെ കാണുന്നൊരു പെട്ടിക്കടയാണ്. ഇവിടെ കയറിയിട്ട് നമുക്ക് നാരങ്ങ കുടിക്കാം ഇവിടെ. അപ്പോൾ ഈ പെട്ടിക്കട നിർത്തി നാരങ്ങ കുടിച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ചേർത്തലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചേർത്തലാണ് നമ്മുടെ സ്റ്റേ. ഈ പോകുന്ന വഴിക്ക് നമുക്ക് ബീച്ചിൻ്റെ സൈഡിൽ തന്നെ പോകാൻ പറ്റില്ല, അവിടെ റോഡ് പണി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കാരണം നമ്മൾ നേരെ റെയിൽവേ ക്രോസൊക്കെ കടന്നിട്ട് NH വഴി പോവാം. ഇവിടുന്ന് മൂന്നാമത്തെ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ്, ലെഫ്റ്റ്, മൂന്നാമത്തെ ജംഗ്ഷനിൽ ലെഫ്റ്റ്. പറയുമ്പോൾ ചെറിയ ചെറിയ തെറ്റുണ്ടാവും, അത് കാര്യമാക്കിയേ വേണ്ട. അപ്പോൾ നമ്മൾ നേരെ പോവാം. നല്ലതാണത്. നേരെ പോയിട്ട് ലെഫ്റ്റ്. നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. മൊബൈലിൽ കുറച്ച് പൊടിയും മഞ്ഞൊക്കെ ഉണ്ടെങ്കിലും എന്നെ കാണുന്നതല്ലേ നല്ലത്. നമ്മളപ്പോൾ നേരെ ചേർത്തലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ ഗായ്സ്. എൻ്റെ മുഖത്ത് സന്തോഷമില്ലെന്നാണ് എൻ്റെ വീഡിയോ കണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞത്.
സന്തോഷത്തിന് കുറവൊന്നുമില്ല കേട്ടോ, ഫുള്ള് ഹാപ്പി ആണ് പറയണ. 2 തവണ വഴിയേറ്റെങ്കിലും നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചേർത്തലയ്ക്ക്. താങ്ക് യു വെരി മച്ച്. 6.5 ടിക്കറ്റ് എന്ത് ചെയ്യാനാ. അപ്പോൾ നമ്മൾ ചേർത്തലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത ലെഫ്റ്റ് അതുകൊണ്ട് മാങ്ങ വായിക്കണ്ടോ, അത് മൊത്തം മാങ്ങയൊക്കെ ഉപ്പിലിട്ട് തന്നെയാണ്. നമുക്കത് മേടിച്ചിട്ടുണ്ടെന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് മേടിച്ച് തരാൻ പറ്റില്ല. നമ്മളെപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാനുള്ളൂ. തൂറ്റില് ശരിയെന്നാണ്. പിന്നെ ബാക്കി ക്യാമറയും കാണാം. അപ്പോൾ നമ്മൾ ബൈപ്പാസ് കയറിയിരിക്കുന്നു ഗായ്സ്. ബൈപ്പാസ് കയറി നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയോ ഇതുണ്ട്. നമ്മുടെ ബാക്കിലായിരുന്നു നമ്മൾ ചേസ് ചെയ്യുന്നുണ്ട്. ആരാണോ കണ്ടുപിടിക്കുക. ഇവിടെ എന്തായിരിക്കും ഇത്? എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബൈപ്പാസ് കയറി നേരെ ചേർത്തലേക്ക് ഒരൊറ്റ പോക്ക്. രാജാവിന് എന്ത് ക്യൂ, വഴി ഒരുക്കടാ. ഒന്നോടെ ചേട്ടൻ്റെ അറ്റത്ത് പോയി. അയ്യോ ചത്തി. അപ്പോൾ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി വീണ്ടും അഗൈൻ. ആ ചേട്ടന് ഭയങ്കര നാണായിരുന്നു കേട്ടോ. ആ ചേട്ടൻ ആദ്യം നമുക്ക് ടാറ്റ തന്നു, പിന്നെ ടാറ്റ പറഞ്ഞ ചേട്ടാ ടാറ്റന്നില്ല. അത് കുഴപ്പമില്ല, എല്ലാവരും നോക്കണ്ടേ. ശരി, ടൗണിൽ കൂടെ ഫോണും പിടിച്ചോണ്ടെന്ന് ശരിയാവില്ല. ഒത്തിരി ഫോൺ എടുത്ത് വെക്കട്ടെ. നമ്മൾ നാരവെള്ളം കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നാരങ്ങ വെള്ളം അത് നല്ല ചൂടാ, ഒരു രക്ഷയില്ല. സൈക്കിൾ ട്രിപ്പുണ്ട്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് തെങ്ങോടേക്ക് നമുക്ക് പോകേണ്ടത്. അവിടെ നിന്ന് കറക്കി നമ്മൾ വന്ന സൈക്കിളും കൊണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ നാരങ്ങളെ കുടിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങുവാണ്. നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം കൃപാസനം. എന്തോ നമ്മുടെ മുഖത്തൊരു കുറവുണ്ട്. എന്താ ചിരിക്കണേ? തീർച്ചയായും ചിരിച്ചോണ്ടവിടെ. എന്തോ നമ്മുടെ മുഖത്തൊരു കുറവുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ റെഡി ആയില്ലേ? ഇതാണ് നമ്മുടെ മുഖത്ത് കുറവുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോണത് കൃപാസനം പള്ളിയിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് എടുക്കും. അരമണിക്കൂർ ചിലപ്പോൾ 1 മണിക്കൂറാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നേരെ ചേർത്തലയ്ക്കാണ് ഉണ്ട്. കൊച്ചിക്ക് 54 കിലോമീറ്റർ കേട്ടോ. അത് നമ്മൾ നാളത്തേഞ്ഞേ പോകുള്ളൂ. പിന്നെ ഇപ്പോൾ പോണേ കൃപാസനം പള്ളിയിലോട്ട് നമുക്ക് പോവാം. നല്ല ചൂടുണ്ട്, ഒരു രക്ഷയില്ല. ചൂട് എന്ന് പറഞ്ഞാൽ അന്യ ചൂട്. പക്ഷേ ഇതൊന്നും നമുക്ക് ബുദ്ധിയുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. ഇനി കൃപാസനം പള്ളി ചെന്നിട്ട് നമുക്കവിടെ മാതാവിനെ കണ്ടിട്ട് ഒരു ലോക്കറ്റ് മേടിക്കണം കേട്ടോ. ഒരു ലോക്കറ്റ് മേടിക്കണം, ഒരു കീച്ചേനും മേടിക്കണം, ഒരു മാലയും മേടിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അത് 3 മേടിച്ചിട്ട് ഒരു 1 മണിക്കൂർ നമ്മളവിടെ ഇരുന്നിട്ട് പയ്യെ നമ്മളവിടെ നിന്ന് പോകും. ഇനിയിപ്പോൾ നേരെ കൃപാസനം പള്ളിയാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് കൃപാസനം എത്തി. ഇവിടുന്ന് ഇതേ കാണുന്നതാണ് കൃപാസനം. അങ്ങോട്ടേക്ക് സൈക്കിൾ കൊണ്ട് പോകാമെന്ന് തോന്നുന്നു. പോയി നോക്കാം. ടീച്ചറാണ്, തിരിച്ചു വരാം. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ കൃപാസനത്തിൽ പോയി പള്ളിയിൽ. അവിടെ ഇപ്പോൾ ഇത് കണ്ടില്ലേ, മാതാവിൻ്റെ ലോക്കറ്റ് മേടിച്ചു. പിന്നെ സൈക്കിളിലായിട്ടൊരു മാല മേടിച്ചു. നമ്മൾ ചെറിയ കൊന്ത ഉണ്ടോ, ഈ കൊന്ത നമ്മൾ മേടിച്ചു. അവിടെ കയറിയിട്ട് മാതാവിൻ്റെ ലോക്കറ്റും കൊന്തയും നമ്മൾ തിരി മേടിച്ചായിരുന്നു. തിരി മേടിച്ചിട്ട് അത് വീട്ടിൽ കൊണ്ട് അവിടെ കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു.
വീട്ടിൽ കൊണ്ടുപോയി കത്തിക്കാവുള്ളൂ എന്ന് പറഞ്ഞവർ. അപ്പോൾ അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടോക്കോളം പറഞ്ഞു. 3 എണ്ണം അവിടെ വെച്ചു, 2 എണ്ണം അവിടെ കയ്യിലുണ്ട്. നമ്മളായിട്ട് വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് അതിലൊരു പെട്രോൾ പമ്പിൽ കയറി റെസ്റ്റ് എടുക്കണം കുറച്ച് നേരം. അവിടെ ഭയങ്കര തിരക്കാണ്. അതാണ് ഒത്തിരി നേരം അവിടെ ഇരുന്നില്ല. ജസ്റ്റ് അതിൻ്റെ തൊട്ടപ്പുറമുള്ളൊരു കടയിൽ കയറി വെള്ളം കുടിച്ച് നമ്മൾ നേരെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഏലും പമ്പിൽ കയറി നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് പയ്യെ പോകണം. അങ്ങനെ നല്ല ചൂടായി കേട്ടോ, നല്ല ചൂടായി. നമുക്ക് ഈ കടയിൽ കയറിയിട്ട് വെള്ളം കുടിക്കണം. ദാഹിക്കുന്നുണ്ട് നന്നായിട്ട്. വെയിലിൻ്റെ തോന്നുന്നു. ഇവിടെ കയറാം. ചേട്ടാ ചേട്ടാ, ഓ ചേട്ടൻ ചോറിന. അങ്ങനെ നമ്മുടെ വീണ്ടും വെള്ളം കൂടിയ ഇപ്പോൾ സമയം 1:51 ചവിട്ടി. ഇനി നമുക്ക് അങ്ങോട്ടേക്കൊരു 10 കിലോമീറ്റർ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകണമെന്നൊന്നുമില്ല, പയ്യെ പോയച്ചാലും മതി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പെട്രോൾ പമ്പിൽ കയറിയിട്ട് റെസ്റ്റ് എടുക്കാൻ പോവാം. ഇനി ഭയങ്കര സ്പീഡിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് 10 കിലോമീറ്ററിലാകുള്ളൂ. അത് കഴിയുമ്പോഴത്തേട്ടും നമുക്ക് സ്റ്റേ എടുക്കാം ഏതെങ്കിലും പമ്പിൽ നോക്കിയിട്ട്. അത് കഴിഞ്ഞിട്ട് നാളെ ഇനി പോകത്തുള്ളൂ. ചൂടിൻ്റെ കാഠിന്യം മൂർച്ഛിച്ചുകൊണ്ട് ഒരു രക്ഷയില്ല. ഭയങ്കരമായിട്ട് ചൂടാണ്. അത് തന്നെ. ഇനി റെസ്റ്റ്. ഇനി ഇന്നത്തെ ദിവസം മൊത്തം റെസ്റ്റ്. അതുകഴിഞ്ഞിട്ട് വൈകിട്ട് സ്റ്റാർട്ട് ചെയ്യും. വൈകിട്ട് നമുക്കൊരു 4:30 ആകുമ്പോഴത്തേട്ടും സ്റ്റാർട്ട് ചെയ്യാം. അതുവരെ എവിടെയെങ്കിലും നമുക്ക് വിശ്രമിക്കാൻ നിൽക്കാം. ഞാൻ ഈ കടയിൽ നാരങ്ങൾ കുടിക്കാൻ കയറി. ഇപ്പോൾ അതായത് ഇതേ കാണുന്ന കടയിൽ അവിടെ നാരങ്ങളും കുടിക്കാൻ കയറി കഴിഞ്ഞിട്ട് ഫോൺ ഓഫായി പോയി. എൻ്റെ ഫോണിലെ പൈസ ഉണ്ടായതേ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഹെൽമെറ്റ് അവിടെ വെച്ചിട്ട് വന്നു. ഹെൽമെറ്റ് അവിടെ വെച്ചിട്ട് ഞാൻ നേരെ വന്ന് ഈ തൊട്ടപ്പുറം ഒരു ഫോൺ കുത്തിടാൻ വേണ്ടിയിട്ട് വന്നാൽ ഞാൻ. അപ്പോൾ ഫോൺ കുത്തിടാൻ വന്നപ്പോൾ ഞാനൊരു അടിപൊളി സംഭവം കണ്ടു. എന്നാന്നിപ്പോൾ കാട്ടിത്തരാവേ. ആ ഫോൺ കുത്തിടാൻ വന്നപ്പോൾ ഉള്ള കാഴ്ച എന്താണെന്ന് അറിയാമോ? അത് നിങ്ങൾ കണ്ടാൽ ഞെട്ടു ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ആ ഫോൺ അവിടെ വെച്ച് ഓഫായി പോയി നന്നായേ ഉള്ളൂ. ഞാൻ കാട്ടിത്തരാം. ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻറ്റിങ് ആണ് ചവിട്ടിയിൽ. കണ്ടോട്ടോ, ഇവിടെ ചേട്ടൻ ഇങ്ങനെ പ്രിൻ്റ് ചെയ്യും പട്ടിയുടെ. ഇപ്പുറത്തോട്ടൊക്കെ കേട്ടോ, ഇതൊക്കെ ഓരോ അച്ചുകളൊക്കെയാണ്. ഇങ്ങനെ ഓരോ അച്ചാണ് ഇതൊക്കെ. അപ്പോൾ അവരിങ്ങനെ ഇത് പ്രിൻ്റ് ചെയ്തിട്ട് നേരെ ഈ ചേട്ടൻ പ്രിൻ്റ് ചെയ്യണം. ഇങ്ങനെ പ്രിൻ്റ് ചെയ്യും. കഴിയുമ്പോൾ അടുത്ത ആളുടെ ഇട്ട് വരും. ഇത് വേറെ ചേട്ടൻ. ആ ചേട്ടൻ പ്രിൻ്റ്. ഇതിപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ബ്ലാക്ക് സംഭവങ്ങളൊന്നുമില്ല. ഇതുകൊണ്ട് നേരെ പ്രിൻ്റ് ഇട്ട് അതിനകത്തൊരു ബ്ലാക്ക് സംഭവം വയ്ക്കും. അതായത് ഇങ്ങനൊരു ബ്ലാക്ക് സാധനം വരും. അതുകൊണ്ട് ഈ പച്ച ഉണ്ടല്ലേ, ഈ പച്ചയാണ് ഈ ചേട്ടൻ ചെയ്യണേ. കണ്ടോ, ഇങ്ങനെ പച്ചയാക്കും അത്. അതുകൊണ്ട് നേരെ അടുത്ത സ്ഥലത്തോട്ട് വരും. അപ്പോൾ അടുത്ത സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ അതിന് കണ്ണും മൂക്കൊക്കെ വയ്ക്കും. അതിപ്പോൾ കാട്ടിത്തരാവേ. കണ്ടോ, ഇതിന് കണ്ണും മൂക്കും വെച്ചു. ഇതും ഇവിടെയൊക്കെ ഇത് വയ്ക്കും, കറുപ്പൊക്കെ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നേരെ ഈ ചേട്ടൻ്റെ അടുത്തിട്ട് എത്തും. ഈ ചേട്ടൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ഇതുപോലെ ആക്കിയിട്ട് ഇതുപോലെ വെള്ള ഡോട്ടുകൾ വയ്ക്കും. ഇങ്ങനെ വെള്ള ഡോട്ട് വെച്ച് ഇങ്ങനെയാവും. ഇങ്ങനെ വരും ചവിട്ടിയിൽ. അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ 3 അമ്മമാരുണ്ട്. അവരെടുത്തിട്ട് വരും. ഇവരെടുത്ത് വന്നു കഴിയുമ്പോൾ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയ പാടൊക്കെ ഉണ്ട് ഇല്ലേ? അവിടെ ചെയ്യുമ്പോൾ ചെറിയ പാടൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ചെറിയ ആ കണ്ണിൻ്റെ ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കും ഇവർ.
ഇതാണ് ഇവർ ചെയ്യുന്നത്. കണ്ണിൻ്റെ വായുടെ ഒക്കെ അവിടെ അല്ലേ? ഈ കറുപ്പ് പാട് കുറവുള്ളടത്ത് ചെയ്ത് കൊടുക്കൂല്ലേ? ആ ആ ആ ആ. ഇതും പെയിന്റ് തന്നെയല്ലേ ഒഴിക്കുന്നേ? ഇതിങ്ങനെ ആക്കിയിട്ട് പിന്നെ അടുത്ത ആൾ ചെയ്യുന്നത് ഇവിടെ അത് ചവിട്ടിയുടെ ആ ആ ബാക്ക് സൈഡിലെ പെയിന്റ് അല്ലേ? ആ ഈ ചവിട്ടിയുടെ ബാക്ക് സൈഡിലുള്ള പെയിന്റ് കളയാണ് ഇവിടെ. അതായത് ഇങ്ങനെ ബാക്ക് സൈഡിലൊക്കെ പെയിന്റ് ആയിരിക്കും ചവിട്ടിയുടെ. അപ്പോൾ ആ പെയിന്റ് കളനാണ് ഈ അമ്മ. നമുക്കുണ്ടേ? ഓക്കെ, രണ്ട് നേരെ തൂത്തതില്ലേ? ഓക്കെ. ആ നാളെ തൊട്ട് പണിക്ക് കയറാം. ഇതാണ് ഇവിടുത്തെ ഇത്. അത് മറ്റേ ആ ആ ആ ഓക്കെ. ഇങ്ങനെയാണ് ഇതിൻ്റെ ജോലി. ഇതിന് ഇവിടെ ചെയ്യോ? ഇത് ഫിനിഷ് ആയില്ലേ ഇപ്പോൾ? ഇതാണ് ഇതിൻ്റെ ഫിനിഷിംഗ് ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അകത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നേരെ ചവിട്ടി കൊണ്ടിട്ട് ഉണക്കാൻ വേണ്ടി വെക്കും വെയിലത്ത്. ഇത് ഒരു ദിവസം വെക്കണ വെയിലത്ത് ഉണക്കാനായിട്ട്? ഒരു ദിവസം വെക്കണ വെയിലത്ത്? അതിൻ്റെ അടുത്തതായിട്ട് വയ്ക്കൂലേ? ആ 3 മണിക്കൂറാ? 3 മണിക്കൂർ വെയിലുണ്ട് വെച്ചു എന്ന് പറഞ്ഞത്. എൻ്റെ ഫോണിൻ്റെ പ്രശ്നമായണ്ട. നല്ല രസമുണ്ട് ഇത് കാണാൻ നേരിട്ട്. ആ ആ ആ ഒക്കെ കണ്ടോ? അടിപൊളിയല്ലേ നോക്കി. ഇതേപോലെ കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവരെടുത്തുണ്ട്. എന്നെ രസം നോക്കി. കിട്ടിയില്ല ചവിട്ടി. ഇതൊക്കെ ശരിക്കും പുറത്തിട്ട് കേട്ടോ ഇവർ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ. ഇതൊക്കെ അടിപൊളിയിൽ നോക്കി കാണാൻ. പൂവൊക്കെ ഒന്നുണ്ടോ? എൻ്റെ പെർഫെക്ഷൻ നോക്കി. ഇത് അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചെന്നെ. കണ്ടോ? കിടു. ഇതാണ് ഇവരുടെ. ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ പെയിൻറ്റാണ്. മൊത്തം പെയിൻറ്റും പാട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ. ഇത് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള. ഇവിടെ കട്ട് ചെയ്യും ഇവർ. ഇവിടെ കട്ട് ചെയ്തിട്ടാണ് ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ പീസാക്കും. കണ്ടോ? എന്നേക്കാൾ പൊക്കമുണ്ട്. ഇങ്ങനെ ആക്കി വയ്ക്കും. ഇതിൽ വേറെ പ്രിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വെച്ച് പ്രിൻ്റ് ചെയ്യും. ശരി എന്നാ. അങ്ങനെ നമ്മൾ ചവിട്ടി പ്രിൻ്റ് ചെയ്യണത് കണ്ട് നമ്മൾ നേരെ സൈക്കിളിൽ നമ്മൾ ഇറങ്ങി. ശരിക്കുണ്ടല്ലോ ചില കാര്യങ്ങൾ നടക്കാന്ന് പറഞ്ഞല്ലോ ശരിക്കും വലിയ സംഭവമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനവിടെ നാരങ്ങവെള്ളം കുടിക്കാൻ കയറാനും എൻ്റെ ഫോൺ ഓഫാവാനും എല്ലാം ഒരു നിമിത്തം പോലെയാണ് കണ്ടത്. വലിയൊരു കാര്യം അത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കിതൊന്നും കാണാൻ പറ്റില്ലല്ലോ, നിങ്ങളെ കാണിച്ചു തരാനും പറ്റില്ല. എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ പറയുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ ഓരോ ദിവസങ്ങളിൽ നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. ഇപ്പോൾ ബെല്ലൈക്കനൂടെ ഒന്ന് അനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണാം. ഓക്കെ, എല്ലാവർക്കും ബൈ.